റെയിൽവേ മേൽപ്പാലം വന്നില്ലെങ്കിൽ ജീവിതം ദുരിതപൂർണ്ണമാകും എന്ന പരാതിയുമായി ഒരു ഗ്രാമം. അമരവിള നിറകത്തല ദേവി ക്ഷേത്രത്തിന് സമീപം റെയിൽവേ മേൽപ്പാലം വേണമെന്ന ആവശ്യവുമായി ജനങ്ങൾ. ദൃശ്യങ്ങളിലേക്ക്. ഈ റെയിൽവേ ലൈനിൻ്റെ ഭാഗം എന്ന് പറയുന്ന 3 പ്രദേശങ്ങളുടെ വന്ന് സന്ധിക്കുന്ന ഒരു സ്ഥലമാണ്. ഒന്ന് ഈ മഞ്ചവളാകം കാരക്കോണം റോഡിൽ നിന്ന് വരുന്ന റോഡ് ഈ ഭാഗം വരെ വന്ന് അവസാനിക്കുന്നു. അതേപോലെ അമരവിള നാഷണൽ ഹൈവേയിൽ നിന്ന് വരുന്ന റോഡ് ഇതിൻ്റെ തൊട്ടടുത്ത് വന്ന് അവസാനിക്കുന്നു. നിറകത്തല ഭദ്രാളി ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന റോഡ് ഇവിടെ വന്ന് അവസാനിക്കുന്നു. അതേപോലെ ഈ പാങ്കോട്ടുകുണം ഭാഗത്ത് നിന്ന് വരുന്ന റോഡ് വന്ന് അവസാനിക്കും. അങ്ങനെ 4 റോഡുകൾ വന്ന് സന്ധിക്കുന്ന ഒരു സ്ഥലമാണ്. നിരവധി നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഇതുവഴി യാത്ര ചെയ്യും. അത് വാഹനങ്ങളിലുള്ളവർക്ക്, സൈക്കിൾ പോലും ഉള്ളവർക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പ്രദേശം. ഇത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി നിവേദനങ്ങൾ ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ആയിരുന്ന ശ്രീ വി മുരളീധരൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്തു. നമ്മൾ ഡിവിഷണൽ മാനേജർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിവേദനം കൊടുത്തു. ഇവിടെ ഈ പാലം അല്ലെങ്കിൽ ഒരു അണ്ടർപാസ് വേണം എന്നുള്ള ഇതിൻ്റെ ആവശ്യകത കാണിച്ചുകൊണ്ടുള്ള നിവേദനങ്ങൾ കൊടുത്തു. കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് ഇത് പരിഗണിക്കണം എന്നുള്ള ഒരു ശുപാർശ ഡിവിഷണൽ മാനേജർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് അത്യാവശ്യം ഏറ്റവും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പ്രദേശമാണ് ഒരു പാലം വരിക എന്നുള്ളത്. അതിനുള്ള ഒരു അടിയന്തര നടപടി ഉണ്ടാകണം. ബന്ധപ്പെട്ട മന്ത്രിമാർക്ക്, ഇവിടുത്തെ കേരളത്തിൻ്റെ ചാർജുള്ള മന്ത്രിമാർക്ക് തന്നെ നിരവധി പ്രാവശ്യം റെയിൽവേയുടെ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാർക്കൊക്കെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. മുൻ MP ആയിരുന്ന ശ്രീ A. ചാൾസ് അവറുകൾക്ക് പരാതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ശ്രീമാൻ K. കരുണാകരൻ വന്നപ്പം കരുണാകരന് പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് സുരേന്ദ്രനാഥ് അദ്ദേഹം MP ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് O. രാജഗോപാൽ ഉണ്ടായിരുന്നപ്പോൾ രാജഗോപാലിന് പരാതി കൊടുത്തു. രാജഗോപാലിൻ്റെ റെയിൽവേയുടെ മാനേജരായിരുന്ന B. രാമൻപിള്ള സാറിൻ്റെ പരാതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് K. മുരളീധരന് മെമ്മോറാണ്ടം ഫയൽ ചെയ്തു. ഇതിങ്ങനെ ഒരുപാട് പേർക്ക് ഈ വഴിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക് പരാതി കൊടുത്തു. യാതൊരു നടപടിയും ഇതുവരെ വന്നിട്ടില്ല. അത് മാത്രമല്ല, ഈ റെയിൽവേയുടെ ഇവിടെ ഒരു ചെറിയ വളവുണ്ട്. ഈ വളവിൻ്റെ ഭാഗത്ത് ഒരുപാട് പേര് മരിക്കാനിടയായിട്ടുണ്ട്. 3000 പേരോളം താമസിക്കുന്ന ഏരിയയാണ്. നമ്മൾ ഇവിടെ നിന്ന് 1/4 കിലോമീറ്ററുള്ള അമരോളക്കാരായി. പക്ഷേ ഞങ്ങൾ വെളിയിൽ വേറെ റോഡ് മാർഗം വരാണെങ്കിൽ 7 കിലോമീറ്റർ ഇറങ്ങിയാലേ അമരോള എത്താൻ പറ്റൂ. അമരോള പോസ്റ്റ് ഓഫീസുണ്ട്, കാനറ ബാങ്കുണ്ട്, CSI പള്ളിയുടെ അതിനോടനുബന്ധിച്ചുള്ള സ്കൂളുണ്ട്, ഗോപാല മെമ്മോറിയൽ സ്കൂളുണ്ട്, ധനുവച്ചോരം കോളേജുണ്ട്, IT ഉണ്ട്. ഇതിലെല്ലാം പോകണമെങ്കിൽ ഈ 1/4 കിലോമീറ്റർ നമുക്ക് താണ്ടിയാൽ മതി. അതിൻ്റെ വഴി എന്താണ് അധികൃതർ നമുക്ക് ശരിയാക്കി തരണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നടുവിർക്കൊല്ല മേഖലയിലും അതുപോലെ തന്നെ കൊല്ലൈ പഞ്ചായത്തിൻ്റെ പ്രദേശവുമായ നിറകത്തല ക്ഷേത്രത്തിനടുത്താണ്. അപ്പോൾ ഇപ്പോഴത്തെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ദേശീയപാതയിൽ നിന്നും 1/2 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള 2000-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്, 1978-ലാണ് ഇങ്ങനെ ഒരു റെയിൽപാത ഇവിടെ ഉണ്ടായത്. ആ റെയിൽപാത ഉണ്ടായപ്പോൾ 2 സൈഡിലും റോഡുണ്ടായിരുന്നു. അത് മുറിച്ചുകൊണ്ടാണ് ഈ റെയിൽപാത ഉണ്ടായത്. അന്ന് മുതലേ അധികാരികൾ പറയുന്നതാണ് ഒരു നടപ്പാലമെങ്കിലും ഇവിടെ നിർമ്മിച്ച് നൽകാമെന്നുള്ളത്. പക്ഷേ അത് ഇതുവരെ നൽകിയിട്ടില്ല. അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ കൂടെ പള്ളികളിൽ പോകുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ദേവീ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തജനങ്ങളുണ്ട്. ഇവിടെ പൊങ്കാല അതുപോലെ മഹോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതുവഴിയൊക്കെ ക്രോസ് ചെയ്ത് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ മുകളിലുള്ള ആളുകൾ, അവിടെ ഒരു കോളനി പോലുള്ള സ്ഥലമാണ്, അവിടെയുള്ള ആളുകൾ കുളിക്കാനായിട്ട് ആശ്രയിക്കുന്നത് ഇവിടെയുള്ള കുളങ്ങളും തോടുകളുമാണ്. ഇവിടേക്ക് ഡെയിലി ആളുകൾ 100 കണക്കിന് ആളുകൾ ഇതുവഴി യാത്ര ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഉപകാരപ്രദമായ ഒരു വഴിയാണ്. ഇപ്പോൾ തന്നെ ഈ ദുർഘടമായ വഴിയാണ്. ഇതുവഴി നടന്ന് സാധാരണക്കാരായ അല്ലെങ്കിൽ വൃദ്ധരായ ആളുകൾക്കൊക്കെ വരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് അധികാരികളുടെ മുമ്പിൽ എത്തിക്കുക മാത്രമല്ല, ഇതിന് കൃത്യമായൊരു തീരുമാനം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നിവാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹവും ആശയം എന്ന് പറയുന്നത് ഇവിടെ ഒരു മേൽപ്പാലം ഉണ്ടാകണമെന്നാണ്. ആ മേൽപ്പാലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം ശാശ്വത പരിഹാരം ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അധികാരികളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് ഇവിടുത്തെ നാട്ടുകാരും ആക്ഷൻ കൗൺസിലും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഇത് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. എത്രയും വേഗം ഒരു മേൽപ്പാലം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുവഴിയാണ് യാത്ര സ്ഥലം. ഇതുവഴിയാണ് എന്നും പോകുന്നതും വരുന്നതും ഒക്കെ. രാവിലെയും വൈകുന്നേരം ഈ വഴി അതൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ
യാത്ര ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ ട്രെയിൻ വരുമ്പോൾ സമയമൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അത് ട്രെയിൻ വരുന്ന സമയം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണ് പെട്ടെന്ന് ക്രോസ് ചെയ്യുന്നത്. ഈ കാണുന്ന റെയിൽവേ പാളവും ഇതുവഴിയുള്ള ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന യാത്രയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമാണ്. പല ദുരിത വാർത്തകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്താൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഈ ജനങ്ങൾ ഈ ദുരിതയാത്ര ഇപ്പോഴും തുടരുന്നത്. ഈ ദുരിതയാത്ര അവസാനിക്കണം. അതിനുവേണ്ടി അധികൃതർ കണ്ണു തുറക്കണം. അതിനുവേണ്ടിയാണ് ഈ പരാതിയുമായി ജനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അമരവിള നീറകത്തല ദേവീക്ഷേത്രത്തിന് സമീപം റെയിൽവേ മേൽപ്പാലം വേണം എന്ന ജനങ്ങളുടെ ആവശ്യത്തിന് ഇന്നും അവഗണന തുടരുകയാണ്. 1978 കന്യാകുമാരി റെയിൽപാത വരുന്നതിനു മുൻപ് തന്നെ രണ്ട് ഭാഗത്തും റോഡുണ്ടായിരുന്നു. കൊല്ലയിൽ പഞ്ചായത്തിലെ നടൂർ കൊല്ല പെരുമ്പോട്ടുകോണം വാർഡിലെ ജനങ്ങൾക്ക് ദേശീയപാതയിൽ എത്താനുള്ള ഏക മാർഗം ഈ വഴി മാത്രമാണ്. ദേശീയപാതയിൽ അമരവിള ഗണപതി കോവിൽ ജംഗ്ഷനിൽ ആരംഭിച്ച് മഞ്ചവിളാകം കാരക്കോണം റോഡിൽ അവസാനിക്കുന്ന 4 കിലോമീറ്റർ ദൂരമുള്ള റോഡാണിത്. പാത ഇരട്ടിപ്പിക്കുമ്പോൾ മേൽപ്പാലം ഇല്ലാത്തത് കൂടുതൽ അപകടം വരുത്തും. ഏതുകൊണ്ടാൻ കാണി ലെവൽ ക്രോസിനിപ്പുറം പാത വളവ് ആയതിനാൽ ട്രെയിൻ വരുന്നത് അറിയാതെ ധാരാളം ആൾക്കാർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. നിറകത്തല ദേവീക്ഷേത്രം, സെന്റ് ആന്റണീസ് ദേവാലയം, JBS സ്കൂൾ, LMS സ്കൂൾ, കൊല്ലയിൽ വില്ലേജ് ഓഫീസ്, ബാങ്കുകൾ, അമരവിള പോസ്റ്റ് ഓഫീസ് തുടങ്ങിയിടത്തേക്ക് എത്താൻ ഈ മാർഗം മാത്രമാണ് ജനങ്ങൾക്കുള്ളത്. വോട്ട് തേടിയെത്തുന്ന ജനപ്രതിനിധികളും MP-യും MLA-മാരും ഗ്രാമപഞ്ചായത്തും രാഷ്ട്രീയം നോക്കാതെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവന് തുണയാകണം എന്ന അപേക്ഷയാണ് നാട്ടുകാർക്ക് ഉള്ളതും. എന്തായാലും ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കണ്ണു തുറക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.